നമസ്കാരം. ഇന്ന് ഒക്ടോബർ 7. വളച്ചുകെട്ടില്ലാതെ കാര്യം പറയാം. എങ്ങനെ മുസ്ലിങ്ങളും ജൂതന്മാരും തമ്മിലുള്ള ശത്രുത കുറയ്ക്കാം, അവർ തമ്മിലുള്ള ബന്ധങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്താം എന്നാണ് നമ്മൾ നോക്കുന്നത്. ഒരു ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ, ഭാരതീയൻ എന്ന രീതിയിൽ, മനുഷ്യൻ എന്ന രീതിയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം എന്നുകൂടി നമുക്കിതിൽ നോക്കാം. ഇന്ന് ഒക്ടോബർ 7ന്റെ പ്രത്യേകത, രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇസ്രായേൽ കണ്ട ഏറ്റവും വലിയ ആക്രമണം ഉണ്ടായത് കഴിഞ്ഞ ഒക്ടോബർ 7നാണ്. 1200ഓളം പേർ മരിച്ചുവെന്നാണ് വ്യത്യസ്ത കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതിനുശേഷം പാലസ്തീനിലടക്കം വലിയ തിരിച്ചടി ആക്രമണവും ഇസ്രായേൽ നടത്തി. അതിൽ 40,000 പേരെന്നാണ് ഹമാസിന്റെ കണക്ക് പറയുന്നത്. ചില ആൾക്കാർ 30,000 പറയും. പക്ഷേ 30 മുതൽ 40,000-ഓളം ആൾക്കാർ മരിച്ചു എന്നാണ് സൂചിപ്പിക്കുന്നത്. ഞാൻ ഇസ്രായേൽ ഗവൺമെന്റിന്റെ ക്ഷണം സ്വീകരിച്ചു പോയപ്പോൾ നെസറ്റിൽ ഞാൻ ആദ്യം ഉയർത്തിയ ചോദ്യം വാട്ട് അബൌട്ട് ഗസ എന്നാണ്. ഗസയിലെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ ഗസയിലെ ആൾക്കാർ മരിക്കുന്നതിന്റെ കണക്ക് നിങ്ങളുടെ ഉണ്ടോ എന്നാണ്. അപ്പോൾ അവർ ഏകദേശം 10,000-ഓളം ആൾക്കാർ എന്നാണ് അന്ന് സൂചിപ്പിച്ചത്. അതിൽ നിന്നൊക്കെ ഒരുപാട് കൂടിപ്പോയി എന്ന കാര്യത്തിൽ നമുക്ക് സംശയമില്ല. ഇസ്രായേലും ഇറാനും ഒരു യുദ്ധത്തിന്റെ നടുക്കും കൂടിയാണ്. എങ്ങനെയാണ് ഈ വിഷയം നമുക്ക് സമാധാനപരമായി തീർക്കാൻ കഴിയുക? എന്തൊക്കെ പ്രായോഗിക ബേബി സ്റ്റെപ്സ് ആണ് നമുക്ക് എടുക്കാൻ കഴിയുക? ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ ചെയ്തിരിക്കുന്നത് പോലെ യഥാർത്ഥത്തിൽ വേണ്ടത് ഒരു മുസ്ലിം മഹാത്മാഗാന്ധി വേണം. അദ്ദേഹത്തിന് മാത്രമേ ഇസ്രായേൽ പാലസ്തീന്റെ വിഷയങ്ങളിലേക്ക് ഒരു സമവായത്തിലൂടെ എത്തിക്കാൻ കഴിയും. അതോടൊപ്പം നമുക്ക് ഓരോരുത്തർക്കും എന്ത് ചെയ്യാം എന്നും കൂടി നമുക്ക് ആലോചിക്കാം. ഇസ്രായേൽ ഇറാൻ വിഷയം, ഇസ്രായേൽ പാലസ്തീൻ വിഷയം, ഇസ്രായേൽ ഹമാസ്, ഹെസബുള്ള, ഹൂതി അടക്കമുള്ള വിഷയങ്ങൾ വളരെ സെൻസിറ്റീവായ ഒരു വിഷയമാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഒരു വശത്ത് നമ്മുടെ മുസ്ലിം ലോകമാണ്, അറബ് ലോകവും മുസ്ലിം ലോകവും വിശാല അർത്ഥത്തിൽ ഇടതുപക്ഷക്കാരുമാണ്. മറുവശത്ത് ഇസ്രായേലാണ്, ഇസ്രായേലിന്റെ ഓൾ വെദർ ഫ്രണ്ടായ അമേരിക്കയാണ്, പാശ്ചാത്യ ദേശങ്ങളാണ്. അപ്പോൾ ഇത് തമ്മിലാണ് പലപ്പോഴും ഒരു സംഘർഷം ഉണ്ടാകുക. പാശ്ചാത്യ ദേശങ്ങളിൽ തന്നെ കുറച്ചുകൂടെ യുവാക്കളും മറ്റും ഒരു ആന്റി വാർ സെന്റിമെന്റ്സും മറ്റും പ്രകടിപ്പിക്കുകയും ഹാർവാർഡ് അടക്കമുള്ള വലിയ യൂണിവേഴ്സിറ്റികളിൽ പാലസ്തീൻ അനുകൂലമായ പ്രക്ഷോഭങ്ങൾ നടക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന കാര്യവും വസ്തുതയാണ്. മറുഭാഗത്ത് ഇസ്രായേൽ പലപ്പോഴും തങ്ങളെ UN അടക്കമുള്ള ആൾക്കാർ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല. തങ്ങളുടെ കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ അത് കാര്യമായി ആരും എടുക്കാറില്ല, അതിനെ അപലപിക്കാറില്ല എന്ന് തിരിച്ചും പറയാറ്. യഥാർത്ഥത്തിൽ ഇവിടെ വേണ്ടത് സമാധാനമാണ്. ഈ കേരളത്തിലെയും ഇന്ത്യയിലെയും ആൾക്കാർ, ഇന്ത്യയിലെ ഈ തീവ്ര ഹിന്ദു വലതുപക്ഷക്കാർ ഇസ്രായേൽ അടിക്കുമ്പോൾ എന്തോ തങ്ങൾ അടിച്ചു എന്ന് പറയുന്നൊരു വിജയഭേരി മുഴക്കാറുണ്ട്. അത് ഈ മനസ്സിലെ ഇസ്ലാമോഫോബിയയും മുസ്ലിം വിരോധവും കൊണ്ട് തോന്നുന്നതാണ്. അല്ലെങ്കിൽ നേരെ തിരിച്ച് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അപ്പുറത്ത് ഇസ്രായേലിന് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ അതിനെ കൈകൊട്ടി ആഘോഷിക്കുന്നവരാണ്. നമുക്ക് രണ്ടും വേണ്ട എന്നുള്ളതാണ് സത്യം. ആദ്യത്തെ കാര്യം, ഒക്ടോബർ 7 എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. ഒക്ടോബർ 7 എബ്രഹാം അക്കോർഡ്സിനെ അട്ടിമറിക്കാൻ വേണ്ടിയാണ് ഹമാസ് ഈ ആക്രമണം നടത്തിയത്. അതായത് എബ്രഹാം അക്കോർഡ്സ് എന്ന് പറയുന്ന ഡൊണാൾഡ് ട്രംപിന്റെ കാലത്ത് തുടങ്ങിയ അമേരിക്കയിലെ മധ്യ ഏഷ്യയിലെ സമാധാന ശ്രമങ്ങളുടെയാണ് എബ്രഹാം അക്കോർഡ്സ് എന്ന് പറയുന്നത്. പ്രവാചകൻ അബ്രഹാം അല്ലെങ്കിൽ ഇബ്രാഹിം എന്ന് മുസ്ലിം സഹോദരങ്ങൾ വിളിക്കുന്ന എബ്രഹാമിന്റെ പേരുള്ള അക്കോർഡ്സ് ആയിരുന്നു അത്. സൗദി അറേബ്യയും UAEയും ഖത്തറും അടക്കം കൂടുതൽ ഇസ്രായേലിനോട് അടുത്ത് വരുന്നതിനെ അട്ടിമറിക്കാനും മറികടക്കാനും വേണ്ടിയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ ആക്രമണം നടന്നത്. അപ്പൊ ഇസ്രായേലിന്റെ റെസ്പോൺസ് എന്നും ഹാർഷ് ആയിരിക്കുമെന്നും അറിയാം. അപ്പോൾ മുസ്ലിം ജൂത ജനവിഭാഗങ്ങൾക്കിടയിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കാനാണ് ആ ഹമാസിന്റെ ആക്രമണം കൊണ്ട് ഉദ്ദേശിച്ചത്. ഹമാസ് എന്ന് പറയുന്ന ന്യായീകരണം പാലസ്തീനിയൻ കോസ് മറന്നാണ് പലപ്പോഴും UAEയും സൗദി അറേബ്യയും ഖത്തറും ഒക്കെ ഇസ്രായേലിനോട് അടുക്കുന്നത്. അത് പാടില്ല, അതിനെ തടയാൻ വേണ്ടി തങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ 1200ഓളം സാധാരണക്കാർ മരിച്ചു എന്നുള്ളത് സത്യമാണ്. ഇതേപോലെ തന്നെ മറുവശത്ത് പാലസ്തീനിലെ കുട്ടികൾ മരിക്കുകയും ലക്ഷക്കണക്കിന് ആൾക്കാരുടെ ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുകയും ചെയ്തു എന്നുള്ളതും സത്യമാണ്. അങ്ങനെയാണ് ഗസയെക്കുറിച്ച് ലോകം ശ്രദ്ധിച്ചത്. പല സ്ഥലങ്ങളെക്കുറിച്ചും ലോകം ശ്രദ്ധിക്കുന്നത്. ഇന്ന് സദേൺ ലെബനനിൽ ഒരു ഗ്രൗണ്ട് ഇൻവേഷൻ ഉണ്ടാകാൻ പോകുന്നു എന്ന് പറയുന്നു. അത് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഒരു 5 കാര്യങ്ങൾ നമുക്കിതിൽ ചിന്തിക്കണം. ഇതിൽ മുസ്ലിങ്ങളും ചിന്തിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ മുസ്ലിം സഹോദരങ്ങളാണ് കൂടുതലുള്ളത്. വിരലിൽ എണ്ണാവുന്ന ജൂതന്മാരെ നമ്മുടെ കൊച്ചി മട്ടാഞ്ചേരി തെരുവിലൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ 5-6 കാര്യങ്ങൾ നമ്മൾ എല്ലാവരും ചിന്തിക്കണം. അതിൽ ഒന്നാമത്തെ കാര്യം, ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ജൂതന്മാരും എല്ലാം എബ്രഹാമിന്റെ മക്കളാണ്. പരിശുദ്ധ പ്രവാചകൻ എബ്രഹാം ലോക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ്. എല്ലാവരും എബ്രഹാമിന്റെ സന്തതികളാണ് എന്ന തിരിച്ചറിവ് വേണം. 2, ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ജൂതനെയാണ് മുസ്ലിം വിശുദ്ധ പുസ്തകമായ ഖുറാനിൽ ഏറ്റവും പരാമർശിക്കപ്പെടുന്ന ഒരു പ്രവാചകനായി കാണുന്നത്. അതായത് ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ജൂതൻ യേശു ക്രിസ്തുവാണ്. ജൂതന്മാർ പലപ്പോഴും അംഗീകരിക്കുന്നതല്ല യേശു ക്രിസ്തു ദൈവപുത്രനാണ്, മിശിഹാൻ. അവർ മറ്റൊരു മിശിഹ വരും എന്ന് കാത്തിരിക്കുകയാണ്. ഞാൻ ഇസ്രായേലിൽ പോയപ്പോൾ അവിടുത്തെ റാബൈമാരോടും അവിടുത്തെ ജൂയിഷ് ഫിലോസഫേഴ്സിനോടും പറഞ്ഞു, നിങ്ങൾ യഥാർത്ഥത്തിൽ മിസ് ചെയ്തതാണ്. ഞങ്ങൾ ഇന്ത്യക്കാര് ഹിന്ദുക്കൾ ഗാന്ധിജിയെ മിസ് ചെയ്യുന്നത് പോലെ നിങ്ങൾ ദൈവപുത്രൻ മിശിഹ അല്ലെങ്കിൽ ലോകരക്ഷകനായ യേശു ക്രിസ്തു നിങ്ങളുടെ ഇടയിൽ പിറന്നപ്പോൾ അദ്ദേഹത്തിനെ കാണാതെ മിസ് ചെയ്തതാണ്. ആ ലോകപുത്രൻ അല്ലെങ്കിൽ ലോകരക്ഷകനായ ദൈവപുത്രൻ യേശു ക്രിസ്തുവാണ് പരിശുദ്ധ ഖുറാനിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം പരാമർശിക്കപ്പെടുന്ന
പ്രവാചകന്മാരിൽ ഒരാൾ. മോസസും യേശു ക്രിസ്തുവും അല്ലെങ്കിൽ മൂസാ നബിയും ഈസാ നബിയുമാണ് ഏറ്റവും കൂടുതൽ പരിശുദ്ധ ഖുറാനിൽ പരാമർശിക്കപ്പെടുന്നത്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം, ഏറ്റവും കൂടുതൽ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് റെഫറൻസസ് ഉള്ളത് യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. യേശുവിന്റെ അമ്മ മറിയത്തെ കുറിച്ച് പരിശുദ്ധ ഖുറാനിൽ ഒരു ചാപ്റ്റർ ഉണ്ട്. മറിയത്തിൽ ഒരു സ്ത്രീ, അല്ലെങ്കിൽ പരിശുദ്ധ ഖുറാനിൽ ഒരു സ്ത്രീയെ പേരെടുത്ത് കാര്യമായി പരാമർശിക്കുന്നതും ഒരു ചാപ്റ്റർ ഉള്ളതും ഒക്കെ യേശുവിന്റെ അമ്മ മറിയത്തിലാണ്. അപ്പോൾ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ജൂതന്മാർക്കും, വിശിഷ്യ ജൂതന്മാർക്കും മുസ്ലിങ്ങൾക്കും ഒരുപാട് കോമൺ എലിമെന്റ്സും. അങ്ങനെ ഏറ്റവും വലിയ കോമൺ എലിമെന്റ്സിൽ ഒന്നാണ് ജെറുസലേമിൽ ജനിച്ച യേശു ക്രിസ്തു, ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ ജൂതൻ. അത്തരം കോമണാലിറ്റികളെ നമ്മൾ എത്തിപ്പിടിക്കാൻ നോക്കുക. എബ്രഹാം അല്ലെങ്കിൽ മോസസ്, ഇവരെ എല്ലാം കോമൺ ആയിട്ട് ഈ 3 റിലീജിയൻസും കരുതുന്നതാണ്. അങ്ങനെയുള്ള കോമണാലിറ്റിയിലേക്ക് വരിക. 3, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾക്ക് സമാധാന ശ്രമത്തിന് വലിയ സ്കോപ്പ് ഉണ്ട്. കാര്യം നമുക്ക് 2 രാജ്യങ്ങളോടും സമദൂരവും സമ അടുപ്പവുമാണ്. ഇറാനും നമ്മുടെ സുഹൃത്താണ്, ഇസ്രായേലും നമ്മുടെ സുഹൃത്താണ്, അമേരിക്ക നമ്മുടെ സുഹൃത്താണ്, റഷ്യ നമ്മുടെ സുഹൃത്താണ്. ഈ 2 വിഭാഗത്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ ഇടതുപക്ഷ മുസ്ലിം പക്ഷത്തോട് നിൽക്കുന്ന ആൾക്കാരെയും നമുക്ക് ബാലൻസ് ചെയ്യാൻ കഴിയും. അതേപോലെ വലതുപക്ഷത്തോട് നിൽക്കുന്നതും അമേരിക്കയോടൊപ്പം നിൽക്കുന്നതും ഇസ്രായേലിനോടൊപ്പം വിശാല അർത്ഥത്തിൽ നിൽക്കുന്നതുമായ ഫോഴ്സസിനെ ബാലൻസ് ചെയ്യുകയും ഒരു മീറ്റിംഗിലേക്ക് കൊണ്ടുവരാൻ കഴിയും. 4, നമുക്കെല്ലാം ചെയ്യാൻ കഴിയുന്നത് എരുതിയിൽ എണ്ണ ഒഴിക്കാതിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഫേസ്ബുക്കുകളിൽ, സോഷ്യൽ മീഡിയയിൽ, യൂട്യൂബിൽ ഇസ്രായേൽ വിരുദ്ധ, അല്ലെങ്കിൽ ഇറാൻ വിരുദ്ധ, അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധ, ഇസ്ലാമോഫോബിയ ജനിപ്പിക്കുന്ന, അല്ലെങ്കിൽ ജൂത വിരുദ്ധ, ആന്റി സെമിറ്റിക് ആയ പരാമർശങ്ങൾ ഇടാതിരിക്കുക. അങ്ങനെ ഉണ്ടാകുമ്പോൾ ലോകത്ത് കുറെ കൂടെ തണുപ്പുണ്ടാകും, ശാന്തി ഉണ്ടാകും, സമാധാനം ഉണ്ടാകും. അതേപോലെ അവസാനമായി പറഞ്ഞു വെക്കുന്നത്, നമുക്കെല്ലാം ചെയ്യാൻ കഴിയുന്നത്, ഞാൻ ദൈവവിശ്വാസിയാണ്, പ്രാർത്ഥിക്കുകയാണ്, ആ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും സമാധാനം കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനയിലും പ്രവർത്തനങ്ങളിലും ഏർപ്പെടുക എന്നുള്ളതാണ്. കാരണം ലോകത്ത് ഈ മിഡിൽ ഈസ്റ്റിൽ സമാധാനമില്ലെങ്കിൽ ലോകത്തിന് സമാധാനം ഉണ്ടാകും. ലോകത്തിലെ ഏറ്റവും പ്രമുഖമായ മതവിഭാഗങ്ങളായ ജൂത വിഭാഗം, അല്ലെങ്കിൽ എത്തിനിസിറ്റി അറബ് വിഭാഗവും ജൂത വിഭാഗവും അല്ലെങ്കിൽ മുസ്ലിം വിഭാഗവും തമ്മിൽ ഒരു സമാധാനം ഉണ്ടാകണം. ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിന് അയവുണ്ടാകണം. ഇസ്രായേലും പാലസ്തീനും 2 സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങളായി മാറണം. ജെറുസലേം ഇന്റർനാഷണൽ സിറ്റി ആകണം. എനിക്ക് ജെറുസലേമിൽ പോയപ്പോൾ വലിയ ദൈവീക അനുഭൂതിയാണ് ഉണ്ടായത്. യേശു ക്രിസ്തുവിന്റെ ഖബറിലടക്കം പോയപ്പോൾ വല്ലാത്തൊരു സ്പിരിച്വൽ ഫീലിംഗ് ആണ് എനിക്കുണ്ടായത്. ആ ഫീലിംഗ് ലോകത്തിന് മുഴുവൻ നന്മയായി മാറട്ടെ. ഭഗവാൻ ബുദ്ധന്റെ മധ്യപാതയിൽ, ഗാന്ധിജിയുടെ സമാധാനത്തിന്റെ പാതയിൽ, യേശുദേവന്റെ സ്നേഹത്തിന്റെ പാതയിൽ, പ്രവാചകൻ മുഹമ്മദ് നബിയുടെ സ്ഥൈര്യത്തിന്റെ പാതയിൽ, പ്രവാചകൻ എബ്രഹാമിന്റെ നന്മയുടെ പാതയിൽ ഇസ്രായേൽ പാലസ്തീൻ വിഷയത്തിന് സമാധാനം ഉണ്ടാകട്ടെ. ആ സമാധാനം തുടങ്ങുന്നത് നമ്മളിലാണ്. ആ സമാധാനത്തിന് വേണ്ടി ശ്രമിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ആകട്ടെ. മുസ്ലിം ജൂത വിഭാഗങ്ങൾ തമ്മിൽ സൗഹാർദ്ദവും സാഹോദര്യവും ഉണ്ടാകട്ടെ. എബ്രഹാമിന്റെ മക്കളുടെ ഇടയിൽ ആ പ്രശ്നങ്ങൾ ഇല്ലാതാകട്ടെ. അവരുടെ ഇടയിൽ സ്നേഹവും സൗഹാർദ്ദവും ഉണ്ടാകട്ടെ എന്നൊരു ഹിന്ദു ആക്ടിവിസ്റ്റ് എന്നും ഇന്ത്യക്കാരെന്ന നിലയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു.